പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തുമ്പോൾ ഫയാസ് പ്രേംജിയുടെ മനസ്സിൽ അയാൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഗൂഢ രഹസ്യമുണ്ടായിരുന്നു. ഹോട്ടൽ സൺ ഡോർമിറ്ററിയിൽ അയാൾ മുറിയെടുത്തതുപോലും തൻ്റെ ഗൂഢ പദ്ധതിയുടെ ആസൂത്രണ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലായിരുന്നു മുംബൈ ബെക്കുളയിൽ മുഹറം ദിനാഘോഷം. അന്ന് അതിൽ പങ്കെടുക്കുന്നവർക്ക് വേദന സംഹാരികളായ 30,000 ഗുളികകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. 30,000-ഓളം പേർക്ക് മാത്രമേ ഗുളികകൾ കരുതിയുള്ളൂവെങ്കിലും 30,000-ത്തിലും ഏറെ ആളുകളാണ് ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ വരുന്നത് എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അത്രയും പേർക്ക് താൻ മാത്രം വിചാരിച്ചാൽ ഗുളികകൾ വിതരണം ചെയ്യാനാവില്ലെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് താൻ പരിചയപ്പെട്ട വ്യക്തികളെയും അയാൾ ആ ഗുളികകൾ വിതരണത്തിനായി ഏൽപ്പിച്ചു. ആരോഗ്യത്തിനും ഉന്മേഷത്തിനുമുള്ള ഒരു ഗുളികയാണ് ഇതെന്നും ഇത് വിതരണം ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെന്നുമായിരുന്നു അയാൾ ഗുളികകൾ വിതരണക്കാരെ ഏൽപ്പിക്കുമ്പോൾ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ ഫയാസിന്റെ നീക്കങ്ങൾ എവിടെയോ തെറ്റി. അശൂറ ആഘോഷയാത്രയ്ക്കിടയിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പിടികൂടിയ ഗുളികകളിൽ കണ്ടെത്തിയത് മാരകമായ സിങ്ക് ഫോസ്ഫൈഡ് അഥവാ എലിവിഷമായിരുന്നു. കഴിക്കുന്ന മാത്രയിൽ തന്നെ ആളുകൾ പിടഞ്ഞു മരിക്കുന്ന ഉഗ്രവിഷം. പഴയൊരു സംഭവത്തിന്റെ ഹ്രസ്വ വിവരണമൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ മുംബൈയിലെ മുഹറം ആഘോഷങ്ങൾക്കിടയിൽ സംഭവിക്കാൻ ഇടയുണ്ടായിരുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടലിന്റെ വിവരണമാണ് ഇത്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനുള്ള മരുന്ന് എന്നും വേദന സംഹാരി എന്നും പറഞ്ഞു അയാൾ വിതരണം ചെയ്ത ഗുളികകൾ വാങ്ങി ആളുകൾ കഴിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? വലിയൊരു ആഘോഷങ്ങളുടെ സന്തോഷങ്ങൾക്കിടയിൽ 30,000-ഓളം പേർ ദയനീയമായി കൊല്ലപ്പെടും. എന്തൊരു ക്രൂരത! 30,000-ഓളം ക്യാപ്സൂളുകളും 50 കിലോഗ്രാം എലിവിഷവും ഇയാൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതായാണ് പോലീസ് വെളിപ്പെടുത്തിയത്. അതിൽ 14,900 വിഷ ഗുളികകൾ അയാളുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഗൂഢതന്ത്രം പോലീസ് പൊളിച്ചത്? ഫയാസ് അറസ്റ്റിലായത്. ഘോഷയാത്രയിൽ പങ്കെടുത്ത ചില സ്ത്രീ വോളണ്ടിയർമാർക്ക് തോന്നിയ സംശയമാണ് പോലീസ് വിവരം അറിയിക്കുവാൻ ഇടയാക്കിയത്. വിതരണം ചെയ്ത ഗുളിക പൊട്ടിച്ചു നോക്കിയപ്പോൾ ഉള്ളിൽ പൊടിരൂപത്തിലുള്ള വിഷം കണ്ടെത്തുകയും ഉടൻ തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടു. അജ്ഞാതർ വിതരണം ചെയ്ത ഗുളികകൾ കഴിക്കരുതെന്ന് ലൗഡ് സ്പീക്കറിലൂടെ പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ഗുളിക വിതരണം തടസ്സപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതോടെയാണ് കൂട്ടമരണത്തിൽ നിന്ന് ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കൂടുതൽ പേർ ഗുളിക കഴിച്ചില്ലെങ്കിലും 11 പേർ ഗുളിക കഴിക്കുകയുണ്ടായി. മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഗുളിക കഴിച്ച ഈ 11 പേരുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ്. മുംബൈ മുഹറം പ്രൊസഷൻ പോയിസൺ പ്ലോട്ട് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഇയാൾ ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചത്? അതോ മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? വിഷവസ്തുക്കൾ എങ്ങനെ ശേഖരിച്ചു? വിതരണത്തിനായി മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോലീസ് ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്. കുടുംബജീവിതം തകർന്നു പോയതിന്റെ മനോവിഷമത്തിലായിരുന്നു ഏറെ നാളായി ഫയാസ് എന്നും അതിന്റെ വിഷമത്തിൽ മനോനില തെറ്റി അയാൾ ചെയ്തതായിരിക്കും ഇത്തരം ക്രൂരതയെന്നും കരുതുന്നവരാണ് അയാളുടെ അയൽവാസികൾ. പക്ഷേ ഈ മനോവിഷമക്കഥ കണ്ണടച്ചു വിഴുങ്ങുവാൻ മാത്രം നിഷ്കളങ്കരല്ല പോലീസുകാർ. കാരണം ഇയാളെ സംബന്ധിച്ച പല വിവരങ്ങളും അഭ്യൂഹങ്ങളും ഉണർത്തുന്നവയാണ്. പൂനെ വിമൻ നഗറിലെ കോണർക്ക് നഗറിലാണ് ഫയാസ് വളർന്നു വന്നത്. പെയിൻ ഫാക്ടറി ഉടമയായിരുന്നു പിതാവ്. അമ്മയും സഹോദരിയും ഇറാനിലാണ് താമസം. കഴിഞ്ഞ വർഷം ഇറാനും ഇറാഖും സന്ദർശിച്ച ഫയാസ് അവിടെ കുറച്ചു മാസം ജോലി ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 2019-നും 2025-നും ഇടയിൽ 19 തവണയാണ് അയാൾ വിദേശയാത്ര നടത്തിയിരിക്കുന്നത്. ഈ യാത്രകൾക്കും വിദേശവാസത്തിനും ശേഷമാണ് ഇന്ത്യയിൽ അയാൾ സ്ഥിരതാമസക്കാരനാക്കിയത്. ഇത്തരം യാത്രകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും ഭീകരവാദത്തിന്റെ ഭാഗമായിട്ടാണോ ഗുളിക വിതരണം നടത്തിയതെന്നുമാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യം ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെ വിഷം നൽകി പരിക്കേൽപ്പിക്കുക എന്ന കുറ്റത്തിനാണ് ഫയാസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും നാളുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും കുറ്റവാളികൾ പിടികൂടുമെന്നും നമുക്ക് വിശ്വസിക്കാം. മുംബൈയിലെ മുഹറം ആഘോഷത്തിനിടയിൽ എലിവിഷം നിറച്ച മരുന്നുകൾ വിതരണം ചെയ്ത് 15,000-ഓളം ആളുകളെ കൊല്ലുവാനുള്ള ശ്രമം ഒരു വർഗീയ വിദ്വേഷത്തിനുള്ള കോപ്പുകൂട്ടലായി നമുക്ക് കണക്കാക്കാവുന്ന കാര്യമാണ്. കാരണം ഒരു മുസ്ലിം തന്നെയാണ് അതിന്റെ കാരണക്കാരനായിരുന്നത്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് കൊന്നൊടുക്കുവാൻ ശ്രമിച്ചതും. പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്യുകയോ അയാളുടെ ശ്രമം പരാജയപ്പെടുത്തുകയോ ചെയ്തില്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗക്കാർ മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ മരണങ്ങൾ സംഭവിച്ചതെന്ന് ആരോപണം ഉന്നയിക്കപ്പെടുകയും തുടർന്ന് ഒരു വർഗീയ സംഘർഷത്തിന് അത് കാരണമായി തീരുകയും ചെയ്യുമായിരുന്നു. ഇന്ത്യയുടെ മണ്ണിൽ അരങ്ങേറിയ വംശീയ കലാപങ്ങളെയെല്ലാം അതിലംഘിക്കുന്ന വിധത്തിലുള്ള ഒരു വർഗീയ സംഘർഷം അതോടെ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുമായിരുന്നു. മനുഷ്യൻ മതത്തിന്റെ പേരിൽ വെട്ടിക്കൊല്ലുകയും തമ്മിലടിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവകൃപയാൽ അങ്ങനെയൊരു ദുരന്തം ഒഴിവായി കിട്ടി. ചിലരുടെ വിവേകപൂർവമായ കഴിവും ശക്തിയും വൻ ദുരന്തങ്ങളിൽ നിന്ന് നാടിനെയും രാജ്യത്തെയും മോചിപ്പിച്ചെടുക്കുവാൻ സഹായിക്കും. മതാഘോഷങ്ങൾക്കിടയിൽ മരണം വിധിക്കുവാനുള്ള ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ്. ആ ദുരന്തം ഒഴിവായി പോയി എന്ന് വിചാരിച്ച് അതൊരു മറ്റൊരു രൂപത്തിൽ വീണ്ടും ആവർത്തിച്ചു കൂടായികയില്ല.
അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മതാഘോഷമായാലും ഏത് വിഭാഗക്കാരുടെ ആയാലും നാം കൂടുതൽ കരുതലും ശ്രദ്ധയും വിവേകവും ഉള്ളവരാകേണ്ടിയിരിക്കുന്നു. മുംബൈയിലെ ഈ കൊലപാതക ശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഭവമാണ് ഇതെന്ന് കരുതരുത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള കൊലപാതക ശ്രമങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് 1982 അമേരിക്കയിൽ നടന്ന ഷിക്കാഗോ ടൈലനോൾ മർഡേഴ്സ്. അമേരിക്കയെ നടുക്കിയ ഏറ്റവും പ്രശസ്തമായ കൊലപാതക കേസുകളിൽ ഒന്നായിരുന്നു ഇത്. 1982 സെപ്റ്റംബർ 28-ന് 12 വയസ്സുകാരിയായ മേരി കെല്ലർമാൻ തൊണ്ടവേദന കാരണം വീട്ടിലുണ്ടായിരുന്ന എക്സ്ട്രാ സ്ട്രെങ്ത് ടൈനോൾ എന്ന ക്യാപ്സൂൾ കഴിച്ചതിൽ നിന്നായിരുന്നു മരണപരമ്പരകളുടെ തുടക്കം. മണിക്കൂറുകൾക്കകം ആ കുട്ടി മരിച്ചപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമെന്ന മട്ടിൽ ആളുകൾ ആദ്യം അവഗണിക്കുകയാണ് ചെയ്തത്. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ അതേ രീതിയിൽ മറ്റുള്ളവരും മരിച്ചു തുടങ്ങിയതോടെ അമേരിക്കയെ ഭീതി പിടികൂടി. 7 പേരാണ് ആ ദിവസങ്ങളിൽ മരിച്ചത്. അവരുടെയെല്ലാം മരണകാരണമായി കണ്ടെത്തിയത് ടിലനോൾ ക്യാപ്സൂൾ കഴിച്ചു എന്നതായിരുന്നു. പുറമേക്ക് നോക്കുമ്പോൾ സാധാരണമെന്ന് തോന്നുന്ന ആ ക്യാപ്സൂളിനുള്ളിൽ പൊട്ടാസ്യം സയനൈഡ് ഉണ്ടായിരുന്നു. തൊണ്ടവേദനയ്ക്ക് വേണ്ടി കഴിച്ച ക്യാപ്സൂളിൽ ഉഗ്രവിഷമായ സയനൈഡ് മാരകമായ അളവിൽ നിറച്ചിരിക്കുന്നുവെന്നത് വൈദ്യലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മരുന്ന് ഫാക്ടറിയിൽ നിന്നല്ല മരുന്നിൽ വിഷം കലർന്നിരിക്കുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി. അങ്ങനെയെങ്കിൽ ആരാണ് ക്യാപ്സൂളിനുള്ളിൽ ബോധപൂർവം സയനൈഡ് നിറച്ചത്? ഈ വാർത്ത വന്നതോടെ ടൈലനോൾ നിർമ്മിച്ച ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് തങ്ങളുടെ മരുന്നുകൾ മുഴുവൻ തിരിച്ചു വിളിക്കേണ്ടി വന്നു. ഇപ്രകാരം 31 മില്യൺ ബോട്ടിലുകളാണ് കമ്പനി തിരികെ വിളിച്ചത്. എല്ലാത്തിനും കൂടി $100 മില്യൺ വിലയുണ്ടായിരുന്നു. കടകളിൽ നിന്നുള്ള ടൈലനോൾ ബോട്ടിലുകൾ വാങ്ങി ക്യാപ്സൂളുകൾ തുറന്ന് അതിൽ സയനൈഡ് നിറയ്ക്കുകയും വീണ്ടും ബോട്ടിലുകൾ അടച്ച് കടകളിലെ ഷെൽഫുകളിൽ വെക്കുകയുമാണ് ചെയ്തത് എന്നാണ് പിന്നീട് ഇതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്തിയത്. ആരാണ് ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്തത് എന്നതിന് ഇന്നും ഏകപക്ഷീയമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടുന്നത് ജെയിംസ് ഡബ്ല്യു ലൂയിസ് എന്ന വ്യക്തിയാണ്. കാരണം ഇയാൾ മരുന്ന് കമ്പനിയിലേക്ക് $1 മില്യൺ ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. എന്നാൽ കമ്പനി ഈ കത്ത് അവഗണിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ പ്രതികാരമായിട്ടാണ് ജെയിംസ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഇനി അതല്ല, അയാൾ മാത്രമായിരുന്നു മറ്റുള്ളവരും ഇതിൽ പ്രതികളായിരുന്നു എന്ന കാര്യവും തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അതെന്തായാലും മരുന്നിൽ സയനൈഡ് നിറച്ച ഈ സംഭവം അമേരിക്കയിലെ പിൽക്കാലത്ത് പല നടപടികൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. മരുന്ന് ബോട്ടിലുകളിൽ കാണപ്പെടുന്ന സീൽ ചെയ്ത കവറും പ്ലാസ്റ്റിക് സുരക്ഷാ റിങ്ങും തുറന്നാൽ മനസ്സിലാകുന്ന വിധത്തിലുള്ള പാക്കിങ്ങും ഇതേ തുടർന്നാണ് നിലവിൽ വന്നത്. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ കൃത്രിമം കാണിക്കൽ ഫെഡറൽ കുറ്റമായി മാറിയതും ഇതിനെ തുടർന്നാണ്. 7 പേരുടെ തുടർമരണങ്ങൾ അങ്ങനെ അമേരിക്കയുടെ മരുന്ന് വ്യവസായ മേഖലയ്ക്ക് പുതിയ ചില പാഠങ്ങൾ സമ്മാനിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക വീണ്ടും ഒരു ആക്രമണത്തെ നേരിട്ടു. തോക്കോ ബോംബോ ഉപയോഗിക്കാതെയും ജനങ്ങളെ കൊന്നൊടുക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സംഭവമായിരുന്നു അതും. ഇവിടെ അതിനായി തെരഞ്ഞെടുത്തത് ജൈവായുധമായിരുന്നു. അമേരിക്കയുടെ ആദ്യത്തെ വലിയ ജൈവ ഭീകരാക്രമണമായിരുന്നു അന്ന് നടന്നത്. രാജാനീഷി ബയോട്ടർ അറ്റാക്ക് എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ജൈവ ഭീകര ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ആത്മീയ ഗുരു എന്ന് അവകാശപ്പെട്ടിരുന്ന രാജാനീഷിന്റെ അനുയായികളായിരുന്നു. ജൈവ ഭീകരാക്രമണം അരങ്ങേറിയതിന്റെ പിന്നിലെ ചരിത്രം എങ്ങനെയാണ്? 1981 ഓഷോയുടെ അനുയായികൾ വാസ്കോ കൗണ്ടിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വാങ്ങി രാജാനീഷ്പുരം എന്ന ഒരു സമൂഹം സ്ഥാപിച്ചു. ആനന്ദ് ഷീലയ്ക്കായിരുന്നു അതിന്റെ മേൽനോട്ടം. പ്രദേശവാസികളുമായി ഈ സമൂഹം ഒട്ടും ചർച്ചയിലായിരുന്നില്ല. പ്രദേശവാസികളുമായി മാത്രമല്ല അധികാരികളുമായും ഈ ഗ്രൂപ്പ് സംഘർഷത്തിലായിരുന്നു. അങ്ങനെയായിരിക്കുമ്പോഴാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ സമയം തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുവാൻ രാജാനീഷ് അനുഭാവികൾ തീരുമാനിച്ചു. പട്ടണത്തിലെ വോട്ടർമാരെ അസുഖബാധിതരാക്കുകയും അവരെ വോട്ട് ചെയ്യുവാൻ അനുവദിക്കാതിരിക്കുകയുമാണ് രാജാനീഷ് സംഘം പ്ലാൻ ചെയ്തത്. അതിനായി ഏറ്റവും ക്രൂരമായ മാർഗം അവർ തിരഞ്ഞെടുത്തു. സാമോണോലിസിസ് ഉണ്ടാക്കുന്ന സാമോണല്ല ടൈഫിമീരിയം എന്ന ബാക്ടീരിയ പടർത്തുക. അതിനായി പട്ടണത്തിലെ നിരവധി റെസ്റ്റോറന്റുകളിൽ അംഗങ്ങൾ പോവുകയും രഹസ്യമായി ഭക്ഷണത്തിൽ ബാക്ടീരിയ കലർത്തുകയും ചെയ്തു. ആ ഭക്ഷണം കഴിച്ചതോടെ 751 പേർ രോഗബാധിതരാവുകയും 45 പേർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതാണ് ഈ ജൈവായുധ ആക്രമണത്തിലെ ഏക ആശ്വാസം. അതെന്തായാലും അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ വിഷബാധയായിരുന്നു അന്ന് സംഭവിച്ചത്. തുടക്കത്തിൽ സാധാരണ ഭക്ഷ്യ വിഷബാധയായിട്ടാണ് കണക്കാക്കിയിരുന്നുവെങ്കിലും വൈകാതെ ആ സത്യം മറന്നേക്ക് പുറത്തു വരികയായിരുന്നു. രാജാനീഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇക്കാര്യം ആദ്യം പുറത്തറിയിച്ചത്. പോലീസ് അന്വേഷണത്തിൽ രഹസ്യ ലബോറട്ടറികൾ കണ്ടെത്തുകയും ബാക്ടീരിയ സംബന്ധമായി തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. അതോടെയാണ് മനഃപൂർവ്വം നടത്തിയ ഒരു ജൈവാക്രമണമായി ഇതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് ആനന്ദ് ഷീലയും ആനന്ദ് പൂജയും കുറ്റക്കാരായി കണ്ടെത്തുകയും അവർക്ക് ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഓഷോയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പങ്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കോടതി കുറ്റം വിധിച്ചുമില്ല. ഈ സംഭവത്തെ തുടർന്നാണ് അമേരിക്ക ജൈവ ഭീകരതയെക്കുറിച്ചുള്ള നിയമങ്ങൾ ശക്തമാക്കിയതും ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിച്ചതും. പൊതുജന ആരോഗ്യ നിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഈ സംഭവം അമേരിക്കയെ സഹായിച്ചു. ബ്രിട്ടനിലെ ആരോഗ്യ മേഖലയെയും നിയമ സംവിധാനത്തെയും ഒരേപോലെ വെല്ലുവിളിച്ചും പരിഭ്രാന്തിയിലാഴ്ത്തിയുമുള്ള വിഷപ്രയോഗം നടത്തിയ ഒരു വ്യക്തിയെ നമുക്ക് അടുത്തതായി പരിചയപ്പെടാം. ഹരോൾഡ് ഷിപ്മാൻ എന്നായിരുന്നു അയാളുടെ പേര്. ഡോക്ടർ ആയിരുന്നിട്ടും രോഗികളെ ചികിത്സ സുഖപ്പെടുത്തുവാനായിരുന്നില്ല, അവരെ കൊന്നെടുക്കുവാനുള്ളതിലായിരുന്നു അയാളുടെ ശ്രദ്ധ.
രോഗികളോട് സൗമ്യമായി പെരുമാറിക്കൊണ്ടും വിശ്വസ്തനായ ഡോക്ടർ എന്ന പേര് സമ്പാദിച്ചുമാണ് ഹരോൾഡ് ഷിപ്പ്മാൻ രോഗികളുടെ വിശ്വാസം ആർജിച്ചെടുത്തത്. പെത്തഡിൻ എന്ന മരുന്നിന് അടിമയായ അദ്ദേഹം മരുന്ന് കൃത്രിമമായി സ്വന്തമാക്കിയതിന്റെ പേരിൽ ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. എന്നിട്ടും അയാൾക്ക് പിന്നീട് ഡോക്ടറായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടായി. ഈ അവസരമാണ് അയാൾ ദുരുപയോഗിച്ചത്. അയാളുടെ ക്രൂരതയ്ക്ക് കൂടുതലും ഇരകളായത് സ്ത്രീകളായിരുന്നു. രോഗിയുടെ വീട്ടിലോ ക്ലിനിക്കിലോ എത്തി ശക്തമായ വേദന സംഹാരിയായ ഡയോമോർഫിൻ കുത്തിവെച്ച് അയാൾ രോഗികളെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. രോഗി മരിച്ചതിന് ശേഷം സ്വാഭാവിക മരണമാണെന്ന് രേഖപ്പെടുത്തി മരണ സർട്ടിഫിക്കറ്റിൽ അയാൾ ഒപ്പിടുകയും ചെയ്തിരുന്നു. വർഷങ്ങളോളം നിർബാധം അയാൾ തന്റെ ക്രൂരതകൾ തുടർന്നു. പക്ഷേ ഒടുവിൽ 81 വയസ്സുള്ള കാത്ലിൻ ഗ്രണ്ടിയുടെ അപ്രതീക്ഷ മരണം ഈ കൊലപാതക പരമ്പരകളുടെ ഗതി മാറ്റിമറിച്ചു. കാത്ലിന്റെ വിൽപത്രത്തിൽ സ്വത്ത് മുഴുവനും ഷിപ്പ്മാന് നൽകണമെന്ന നിർദ്ദേശമാണ് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയത്. മക്കളും മരുമക്കളും ഉണ്ടായിരിക്കെ വെറും ഡോക്ടർ മാത്രമായ ഷിപ്പ്മാന് എന്തിന് മുഴുവൻ സ്വത്ത് നൽകണമെന്ന മക്കളുടെ സംശയം പോലീസിന് പരാതി കൊടുക്കുന്നതിൽ എത്തിച്ചേരുകയായിരുന്നു. അതോടെ അന്വേഷണം ആരംഭിക്കുകയും കാത്ലിന്റെ മൃതദേഹം പുറത്തെടുത്ത് റീപോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. ശരീരത്തിൽ മാരകമായ അളവിൽ ഡയോമോർഫിൻ കണ്ടെത്തിയതോടെ ഷിപ്പ്മാന്റെ ചികിത്സകൾ ചോദ്യം ചെയ്യപ്പെട്ടു. തുടർന്ന് അയാളുടെ ചികിത്സയിലിരുന്ന രോഗികളുടെയെല്ലാം മരണം പുനരന്വേഷണത്തിന് വിധേയമാക്കി. ഒടുവിൽ 15 കൊലപാതകങ്ങളുടെ ഒരു വ്യാജ വിൽപത്രം തയ്യാറാക്കലിന്റെയും അടിസ്ഥാനത്തിൽ അയാളെ ജീവപര്യന്തം തടവിന് വിധിച്ചു. യഥാർത്ഥത്തിൽ 215 പേരെങ്കിലും ഷിപ്പ്മാൻ കൊന്നിട്ടുണ്ടെന്നാണ് നിഗമനം. അത് ചിലപ്പോൾ 250 വരെ ആകാമെന്നും കണക്കുകൾ പറയുന്നു. 2004 ജനുവരി 13 തന്റെ 58ാം ജന്മദിനത്തിൽ ജയിലിൽ വെച്ച് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ സംഭവവും പിന്നീട് പല സംഭവങ്ങൾക്കും തിരുത്തലുകൾക്കും കാരണമായി. മരണ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന UK-യിൽ കർശനമാക്കപ്പെട്ടതും രോഗികളുടെ മെഡിക്കൽ രേഖകളുടെ പരിശോധന ശക്തമാക്കിയതും ഇതേ തുടർന്നായിരുന്നു. ഷിപ്പ്മാനെ പോലെയുള്ളവർ ഒരാൾ ജർമ്മനിയിലുമുണ്ട്. പേര് നീൽസ് ഹോഗൽ. ഡോക്ടർ ആയിരുന്നില്ലെന്ന് മാത്രം, ICUവിൽ ജോലി ചെയ്തിരുന്ന നേഴ്സായിരുന്നു നീൽസ്. പക്ഷേ രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ അവരെ കൊന്നെടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ. ഹൃദയത്തിന്റെയും രക്തചംക്രമണത്തിന്റെയും പ്രവർത്തനത്തെ ബാധിക്കുന്ന മരുന്നുകൾ അനാവശ്യമായി നൽകി അവരുടെ നിലയെ ഗുരുതരമാക്കുകയും അവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയുമായിരുന്നു നീൽ ചെയ്തിരുന്നത്. രോഗിയുടെ ആരോഗ്യനില വഷളാകുമ്പോൾ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ആൾ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കി ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അതിനു മുൻപേ പലർക്കും ജീവൻ വെടിയേണ്ടി വന്നിരുന്നു. ഹോഗൽ ഡ്യൂട്ടിയിലുള്ള സമയം കൂടുതൽ രോഗികൾ മരിക്കുന്നത് സഹപ്രവർത്തകർക്കിടയിൽ ചില സംശയങ്ങൾ ഉളവാക്കിയിരുന്നു. പിന്നീട് ഒരു രോഗിക്ക് അനാവശ്യമായി അയാൾ മരുന്ന് കൊടുക്കുന്നതിനിടയിലാണ് അയാൾ പിടിയിലായത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഹോഗൽ 85 കൊലപാതകങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പക്ഷേ 100 കണക്കിന് ആളുകളെ ഹോഗൽ കൊന്നിട്ടുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും ഗുരുതരമായ രാസഭീകരാക്രമണം നടന്നത് 1995 മാർച്ച് 20 ടോക്കിയോയിലായിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് മത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളായിരുന്നു. സാറിൻ എന്ന വിഷമാണ് ഇവിടെ തീവ്രവാദികൾ ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചത്. ശരീരത്തിലെ നാഡീ വ്യവസ്ഥയുടെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഉഗ്രവിഷമാണ് സാരിൻ. ടോക്കിയോ സബ്വേയിലെ വിവിധ ട്രെയിനുകളിൽ കയറി തീവ്രവാദികൾ ഓരോരുത്തരും ദ്രാവക രൂപത്തിലുള്ള സാരിൻ പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ കൊണ്ടുവരികയും ആ പാക്കറ്റുകൾ കുത്തി തുറന്ന് സാരിൻ പുറത്തേക്ക് വരുവാൻ അനുവദിക്കുകയുമായിരുന്നു. തുടർന്ന് അവർ പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടു. പതിവ് പോലെ ജോലിക്കും പഠനത്തിനുമായി ടോക്കിയോ സബ്വേയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അതിന്റെ ഇരകളായി മാറി. 6000-ലധികം ആളുകൾക്ക് പരിക്കുകളോ വിഷബാധകളോ ലക്ഷണങ്ങളോ അനുഭവപ്പെടുകയും 13 പേർ ആ സംഭവവുമായി ബന്ധപ്പെട്ട് മരിക്കുകയും ചെയ്തു. നിരവധി പേർക്ക് ദീർഘകാല കാഴ്ച പ്രശ്നങ്ങളും മാനസിക ആഘാതങ്ങളും ഉണ്ടായി. ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിധേയമായി സാധാരണ പോലെയുള്ള യാത്രകളിൽ പോലും രഹസ്യമായ വിധത്തിലുള്ള ഭീകരാക്രമണം നടന്നേക്കാമെന്ന മുന്നറിയിപ്പായിരുന്നു പ്രസ്തുത സംഭവം. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷപ്രയോഗത്തെക്കുറിച്ചാവാം അടുത്തത്. റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിലൂടെ വിഷപ്രയോഗം നടത്താമെന്നതിന് തെളിവായി ഇവിടെ ജീവൻ നഷ്ടമായത് അലക്സാണ്ടർ ലിറ്റ്നേക്കോ എന്ന മുൻ റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു. ലണ്ടനിൽ വെച്ചായിരുന്നു ആ കൊലപാതകം. മുൻ സോവിയറ്റ് യൂണിയന്റെയും പിന്നീട് റഷ്യയുടെയും സുരക്ഷാ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അലക്സാണ്ടർ. റഷ്യൻ സർക്കാരെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഭരണകൂടത്തിലെ കണ്ണിലെ കരടായി മാറുകയും ഒടുവിൽ UK-യിൽ അഭയം തേടിയെത്തുകയുമായിരുന്നു. 2006 നവംബർ 1 ലണ്ടനിലെ ഒരു ഹോട്ടലിൽ ചായ കുടിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് ഗുരുതരമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരോഗ്യനില അതിവേഗം വഷളായി. തുടർന്നുള്ള പരിശോധനയിലാണ് അലക്സാണ്ടറുടെ ശരീരത്തിൽ പൊളോണിയം 210 എന്ന അത്യന്തം അപൂർവവും റേഡിയോ ആക്റ്റീവുമായ ഐസോടോപ്പ് കണ്ടെത്തിയത്. ആണവ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഈ റേഡിയോ ഐസോടോപ്പ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത്യന്തം അപകടകാരിയായി മാറും. ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ റേഡിയോളജിക്കൽ ഫോറൻസിക് അന്വേഷണങ്ങളിൽ ഒന്നാണ് തുടർന്ന് നടന്നത്. ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് പോലും ഇത് കാരണമായി. ഒരു കപ്പ് ചായ പോലും ഭയമില്ലാതെ കുടിക്കുവാൻ വഴിയില്ലെന്ന് വരുന്ന അവസ്ഥ എത്രയോ ശോചനീയമാണ്. വിദേശ രാജ്യങ്ങളിലാണ് നാം ഇതുവരെ പറഞ്ഞ വിഷപ്രയോഗങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും വരെ ഇത്തരത്തിലുള്ള വിഷപ്രയോഗങ്ങൾ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധനായ സീരിയൽ കൊലയാളികളിൽ ഒരാളായ മോഹൻകുമാർ എന്ന ക്രൈം റെക്കോർഡുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് സൈനൈഡ് മോഹൻ എന്ന പേരിലാണ്. കർണാടക സ്വദേശിയായ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി 20-ലധികം സ്ത്രീകളെയാണ് സൈനൈഡ് നൽകി കൊലപ്പെടുത്തിയിരിക്കുന്നത്.
അതിവേഗം ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വിഷപദാർത്ഥമാണ് സയനൈഡ്. ശരീരത്തിലെ കോശങ്ങൾക്ക് ഓക്സിജൻ ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ ഗുരുതരമായ വിഷബാധ ഉണ്ടാക്കുവാൻ സയനൈഡിന് കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. സയനൈഡ് കൊടുത്ത് മോഹൻ ഇല്ലാതാക്കിയവരുടെ മൃതദേഹങ്ങൾ ബസ് സ്റ്റാൻഡുകളിലോ പൊതു ശൗചാലയങ്ങളിലോ കാണപ്പെട്ടതിനാൽ ആത്മഹത്യ എന്ന പേരിൽ അവയൊക്കെ എഴുതി തള്ളുകയാണ് ആദ്യം ചെയ്തിരുന്നത്. പിന്നീടാണ് അവയെല്ലാം ആസൂത്രിതമായ കൊലപാതകമായിരുന്നുവെന്നത് കണ്ടെത്തിയത്. അതോടെ സയനൈഡ് മോഹൻ കുറ്റവാളിയായി മാറുകയായിരുന്നു. ഒരേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർഷങ്ങളോളം ആവർത്തിക്കപ്പെട്ടു എന്നതായിരുന്നു ഇന്ത്യയിലെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ സയനൈഡ് മോഹന്റെ കുറ്റകൃത്യങ്ങളെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയത്. സയനൈഡുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൂടത്തായ് കേസും പരാമർശിക്കാതിരിക്കാനാവില്ല. കേരളത്തിലെ കൊലപാതക പരമ്പരകളിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു കൂടത്തായ് ജോളി കേസ്. ഒരു കുടുംബത്തിലെ 6 പേരെ വിവിധ കാലങ്ങളായി കൊലപ്പെടുത്തിയതാണ് ഈ കേസിന്റെ പ്രത്യേകത. 2002 മുതൽ 2016 വരെയായിരുന്നു ഈ കൊലപാതകങ്ങളുടെ കാലം. ആദ്യകാലത്ത് സ്വാഭാവിക മരണങ്ങളായി വിധിയെഴുതപ്പെട്ട ഈ മരണങ്ങൾ പിന്നീട് അസ്വാഭാവികമാണെന്ന് കണ്ടെത്തുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. തുടർന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം വീണ്ടും നടത്തിയപ്പോഴാണ് മൃതദേഹങ്ങളിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ശരീരത്തിൽ പ്രവേശിച്ച് ആരോഗ്യത്തിന് ഗുരുതരമായ ദോഷമോ മരണം വരെയോ ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമായ വിഷം, അവയുടെ ഉത്ഭവം, പ്രവർത്തന രീതി, ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രഭാവം എന്നിവയെ അടിസ്ഥാനമാക്കി പല വിഭാഗങ്ങളായും തിരിച്ചിട്ടുണ്ട്. സസ്യവിഷങ്ങൾ, മൃഗവിഷങ്ങൾ, രാസവിഷങ്ങൾ, ലോഹവിഷങ്ങൾ, വാതകവിഷങ്ങൾ, ഭക്ഷ്യവിഷങ്ങൾ, മരുന്ന് മൂലമുള്ള വിഷബാധ, ജൈവവിഷങ്ങൾ എന്നിവയാണ് വിഷങ്ങളുടെ വിഭാഗീകരണങ്ങൾ. സസ്യങ്ങൾ വഴിയുള്ള വിഷബാധയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് അരളിപ്പൂ കഴിച്ചത് മൂലം സംഭവിച്ച മരണങ്ങൾ. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മുടെ ഓർമ്മയിലുണ്ട്. മൃഗങ്ങളിൽ ഏറ്റവും അപകടകാരികളായ വിഷം പാമ്പിൻ വിഷമാണ്. സ്വാഭാവികമായി സംഭവിക്കുന്ന സർപ്പദംശനമേറ്റുള്ള മരണങ്ങൾ അടുത്ത കാലത്ത് സംഭവിച്ചതായി വാർത്തകൾ പറയുമ്പോൾ സർപ്പദംശനമേറ്റുള്ള മരണങ്ങളിൽ നമ്മെ ഞെട്ടിച്ചത് ഉത്ര എന്ന യുവതിയുടെ കൊലപാതകവുമായിരുന്നു. ഭർത്താവ് സൂരജ് ഉത്രയെ ഒഴിവാക്കുവാൻ വളരെ സമർത്ഥമായി നടത്തിയ ആസൂത്രിത കൊലപാതകത്തിന് ഉപയോഗിച്ചത് പാമ്പിനെയായിരുന്നു. കാർഷിക പ്രതിസന്ധികളുടെയും കടക്കണികളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന കീടനാശിനികൾ പോലെയുള്ളവയാണ് രാസവിഷങ്ങൾ. ശരീരത്തിൽ അമിതമായി പ്രവേശിച്ചാൽ വിഷബാധ ഉണ്ടാക്കുന്നവയാണ് മെർക്കുറിയും ലെഡും പോലെയുള്ള ലോഹങ്ങൾ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും പോലെയുള്ള വിഷവാതകങ്ങളും നിലവിലുണ്ട്. ഭക്ഷ്യവിഷങ്ങൾ, മരുന്ന് മൂലമുള്ള വിഷബാധ, ജൈവവിഷങ്ങൾ എന്നിവയുമുണ്ട്. ഇവിടെ പരാമർശിച്ച കേസുകളിലെല്ലാം വിഷം ഏതു തരത്തിലുമായിരുന്നു കൊള്ളട്ടെ, അവയെല്ലാം കൊലപാതകങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവയായി മാറിയിട്ടുണ്ട്. പലതരം കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി മറ്റൊരാൾക്കെതിരെ വിഷപ്രയോഗം നടത്തുന്നത്. വ്യക്തിപരമായ പ്രതികാരമാണ് കുടുംബങ്ങളിൽ വിഷം കൊടുത്തുള്ള കൊലപാതകങ്ങൾക്ക് കാരണമായി മാറുന്നത്. കുടുംബ വഴക്കുകളും സ്വത്ത് തർക്കങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളുമെല്ലാം അതിൽ കടന്നു വരുന്നുണ്ട്. മറ്റൊരാളുടെ സ്വത്ത് തട്ടിയെടുക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയും വിഷപ്രയോഗങ്ങൾ നടത്തുന്നവരുണ്ട്. ഇൻഷുറൻസ് തുക നേടുവാനും ബിസിനസ് തർക്കങ്ങളിൽ എതിരാളിയെ ഒഴിവാക്കുവാനുമായി വിഷം പ്രയോഗിക്കുന്ന വാർത്തകൾ നാം പലപ്പോഴും കാണാറുണ്ട്. ചരിത്രത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് വിഷം നൽകി അവരെ ഇല്ലാതാക്കിയതുപോലെയുള്ള സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയമോ അധികാരപരമോ ആയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇത്തരത്തിലുള്ള വിഷപ്രയോഗങ്ങൾ നടത്തുന്നത്. ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കുക, സമൂഹത്തിൽ വംശീയ കലാപം സൃഷ്ടിക്കുക, സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമായും വിഷപ്രയോഗം കണ്ടുവരാറുണ്ട്. മതപരമോ ആശയപരമോ ആയ തീവ്രവാദത്തിൽ പലപ്പോഴും വിഷം ഒരു പ്രധാന ഘടകമായി കണ്ടുവരുന്നുണ്ട്. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരോ അസാധാരണമായ രീതിയിൽ കുറ്റവാസനകൾ ഉള്ളവരോ വിഷപ്രയോഗം നടത്തിയ കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ മറ്റൊരാൾക്കെതിരെ വിഷപ്രയോഗം നടത്തുന്നതിന് പല കാരണങ്ങൾ നിരത്താം. ഇനി നാം ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം എന്തുകൊണ്ട് ആക്രമണങ്ങളിൽ, കൊലപാതകങ്ങളിൽ, ഭീകര പ്രവർത്തനങ്ങളിൽ വിഷം ഉപയോഗിക്കുന്നു എന്നതാണ്. പല വിഷങ്ങളും നിറമോ മണമോ രുചിയോ ഇല്ലാത്തവയായതിനാൽ അവയെ തിരിച്ചറിയുവാൻ പ്രയാസം നേരിടുന്നുണ്ട്. സ്വാഭാവിക രോഗം മൂലമുള്ള മരണം എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനാൽ കുറ്റകൃത്യം മറയ്ക്കപ്പെടുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. മറ്റു ചില രോഗങ്ങളുമായി സാമ്യമുള്ളതായിരിക്കാം വിഷബാധയെ തുടർന്നുള്ള ശാരീരിക ലക്ഷണങ്ങളും അസ്വസ്ഥതകളും. ചോര ചിന്താതെയും ആക്രമണം നടത്താമെന്നും വകവരുത്താമെന്നുമുള്ള ഗൂഢതന്ത്രവും വിഷപ്രയോഗങ്ങൾക്ക് പിന്നിലുണ്ട്. ഒരാളെ മറ്റേതെങ്കിലും രീതിയിലൂടെ ഇല്ലായ്മ ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കുവാൻ വിഷപ്രയോഗങ്ങൾക്ക് സാധിക്കും. ഭക്ഷണത്തിലോ പാനീയങ്ങളിലോ വിഷം കലർത്തുവാൻ താരതമ്യേന എളുപ്പം കൂടുതലാണ്. വിഷപ്രയോഗം മൂലമുള്ള മരണങ്ങൾ പണ്ട് കാലങ്ങളിൽ തെളിയിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയും ഫോറൻസിക് ശാസ്ത്രത്തിന്റെ മികവും ഏറ്റവും സങ്കീർണമായ വിഷപ്രയോഗങ്ങളെ പോലും കണ്ടെത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഏതെല്ലാം രീതിയിലാണ് വിഷബാധ കണ്ടെത്തുന്നതെന്ന് പരിശോധിക്കാം. അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് സംഭവസ്ഥലം തന്നെയാണ്. മരുന്നുകുപ്പികൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, കുടിവെള്ളം അല്ലെങ്കിൽ ജ്യൂസ് സിറിഞ്ചുകൾ, ഛർദി, രക്തം തുടങ്ങിയ സാമ്പിളുകൾ, വിഷവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങൾ ഇവയെല്ലാമാണ് തെളിവായി ശേഖരിച്ച് ലബോറട്ടറിയിലേക്ക് അയക്കുന്നത്. അടുത്തതായുള്ളത് പോസ്റ്റ്മോർട്ടം പരിശോധനയാണ്. ആന്തരിക അവയവങ്ങളുടെ വ്യവസ്ഥയും കരൾ, വൃക്ക, ഹൃദയം എന്നിവയിലെ അസാധാരണമായ മാറ്റങ്ങളും, വയറ്റിൽ അസാധാരണമായ ഗന്ധം, ദ്രാവകം എന്നിവയുണ്ടാക്കിയുള്ള പരിശോധനകൾ, കുത്തിവയ്പ്പിന്റെ പാടുകൾ, രക്തസ്രാവം അല്ലെങ്കിൽ ശാരീരിക മാറ്റങ്ങൾ എന്നിവയെല്ലാം ചേർന്ന അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്.
ടോക്സിക്കോളജി പരിശോധനയാണ് മറ്റൊന്ന്. ഇതാണ് വിഷപ്രയോഗ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ലബോറട്ടറിയിലേക്ക് അയക്കുന്ന രക്തം, മൂത്രം, വയറ്റിലെ ഉള്ളടക്കം, കരൾ, വൃക്ക, മുടി, നഖം എന്നീ സാമ്പിളുകളിൽ വിഷാംശമുണ്ടോ എന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ആധുനിക രീതിയിലുള്ള ലബോറട്ടറി പരിശോധനകളും ശാസ്ത്രീയ ഉപകരണങ്ങളിലൂടെയുള്ള പരിശോധനകളും ഇന്ന് നിലവിലുണ്ട്. ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി, മാസ് സ്പെക്ട്രോമെട്രി, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, മാസ് സ്പെക്ട്രോമെട്രി, ആറ്റമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നിവയെല്ലാം വളരെ ചെറിയ തോതിലുള്ള വിഷപദാർത്ഥങ്ങളും രാസപദാർത്ഥങ്ങളും ലെഡ്, ആഴ്സനിക്, മെർക്കുറി പോലെയുള്ള ലോഹ വിഷങ്ങളും കണ്ടെത്തുവാൻ ഏറെ സഹായകരമാണ്. അതുപോലെ മെഡിക്കൽ രേഖകളുടെ പരിശോധനയും വിഷമാണോ മരണകാരണവുമാണോ എന്ന് കണ്ടെത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കാറുണ്ട്. രോഗിയുടെ മുൻരോഗ ചരിത്രം, ആശുപത്രി രേഖകൾ, ഡോക്ടറുടെ കുറിപ്പുകൾ എന്നിവയെല്ലാം സ്വാഭാവിക മരണമാണോ വിഷബാധയാണോ എന്ന് ഉറപ്പിക്കുന്നവയാണ്. സാക്ഷിമൊഴികളും സാഹചര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒഴിവാക്കാനാവാത്തതാണ് ഡിജിറ്റൽ തെളിവുകൾ. ഫോൺ രേഖകളും സന്ദേശങ്ങളും ഇമെയിലുകളും CCTV ദൃശ്യങ്ങളുമെല്ലാം മരണത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ അന്വേഷണ സംഘത്തെ ഏറെ സഹായിക്കുന്നുണ്ട്. വിഷബാധകൾ ഏത് തരവും ആയിരുന്നു കൊള്ളട്ടെ, അവ ശരീരത്തെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. വിഷങ്ങൾ ഓരോന്നും ഓരോ രീതിയിലാണ് ശരീരഭാഗങ്ങളെ ബാധിക്കുന്നത്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന വിഷങ്ങളുണ്ട്. തന്മൂലം തലച്ചോറും നാഡീവ്യവസ്ഥയും ദുർബലമാകുന്നു. ചിലതരം വിഷങ്ങൾ ഹൃദയത്തെയാണ് ബാധിക്കുന്നത്. ഹൃദയാഘാതമുണ്ടായി മരിക്കുന്ന തരത്തിലുള്ള വിഷബാധകൾ സംഭവിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. ചിലതരം വിഷങ്ങൾ കരളിനെയും വൃക്കയെയും ബാധിക്കുന്നവയാണ്. രക്തത്തെയും രക്തക്കുഴലുകളെയും ബാധിക്കുന്ന വിഷബാധകളുമുണ്ട്. ചിലതരം വിഷങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരകോശങ്ങളെ നേരിട്ട് ആക്രമിച്ച് കേടുവരുത്തുന്നവയാണ്. അമേരിക്കയിൽ സംഭവിച്ച ക്യാപ്സൂൾ സയനൈഡ് ആക്രമണം മുതൽ ഇന്ത്യയിൽ 2026 സംഭവിച്ച എലിവിഷ പ്രയോഗം വരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു കാര്യം, ഭീകരത എപ്പോഴും ദൃശ്യരൂപത്തിലായിരിക്കണമെന്നില്ല വരുന്നത് എന്നാണ്. ഭീകരത കടന്നു വരുന്ന വിധങ്ങൾ വ്യത്യസ്തങ്ങളാകാം, അദൃശ്യങ്ങളുമാകാം, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത സൂക്ഷ്മ ജീവികളിലൂടെയും അത് സംഭവിച്ചേക്കാം. വെടിയൊച്ചയും പുകപടലങ്ങളും സ്ഫോടനങ്ങളും ഇല്ലാതെ നൂറുകണക്കിന് ആളുകളെ വകവരുത്തുവാനോ രോഗബാധിതരാക്കുവാനോ കഴിയുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നാം വിചാരിക്കുന്നതിലും അപ്പുറം അപകടം നിറഞ്ഞതാണ്. നേർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ നേരിടുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യാമെങ്കിലും ഇവിടെ പരാമർശിച്ച നിരവധിയായ വിഷപ്രയോഗങ്ങൾ മൂലമുള്ള ആക്രമണങ്ങൾ അദൃശ്യമായി നിലനിൽക്കുന്നതിനാൽ നാം അവയെ എല്ലാ അർത്ഥത്തിലും ഭയപ്പെടുക തന്നെ വേണം. ഏതു വിധത്തിലും ഏത് രൂപത്തിലും അവ നമ്മെ ആക്രമിച്ചേക്കാം. അതുപോലെ തന്നെ മുഹറം ദിനാഘോഷത്തെ മുൻനിർത്തി നടത്തിയ കൂട്ടക്കൊലപാതക ശ്രമങ്ങൾ നമ്മുടെ ആഘോഷങ്ങളിൽ പുലർത്തേണ്ട ജാഗ്രതയും മുൻകരുതലുകളെ കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.